ഇന്ത്യയിൽ എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രോഗലക്ഷണങ്ങളോടെ ഡൽഹിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന യുവാവിനാണ് രോഗബാധ ഉള്ളതായി റിപ്പോർട്ട് പുറത്തുവരുന്നത്. വെസ്റ്റ് ആഫ്രിക്കൻ ക്ലെയ്ഡ് 2 ടൈപ്പ് എംപോക്സ് ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നിലവിലുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് അല്ല നിലവിൽ പടർന്നിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് ഇതിന്റെ മറ്റൊരു വകഭേദമാണ് വലിയ വില്ലനായി തുടരുന്നത്. ആഫ്രിക്കയിൽ നിലവിൽ പടരുന്നത് ക്ലെയ്ഡ് 1 എംപോക്സ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത് ക്ലെയ്ഡ് 2. ക്ലെയ്ഡ് 2വിനേക്കാൾ മാരക അപകടകാരിയായ വൈറസ് കൂടിയാണ് ലോകത്ത് ഇപ്പോൾ വലിയ ഭീഷണി ഉയർത്തുന്നത്. തികച്ചും ഒറ്റപ്പെട്ട കേസായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. 2022 ജൂലൈ മുതൽ ഇതുവരെ ഇന്ത്യയിൽ 30 പേർക്കാണ് സമാന രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച യുവാവിനെ ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക കൂടി തയ്യാറാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള സ്ഥിതിഗതികളാണ് നിലവിൽ അധികൃതർ നിരീക്ഷിച്ചു വരുന്നത്. നേരത്തെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച യുവാവിന്റെ സാമ്പിളുകളൊക്കെ തന്നെ നെഗറ്റീവായിരുന്നു. പിന്നീടുള്ള വിദഗ്ധ പരിശോധനയിലൂടെയാണ് ഇത് കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത്. 2022 മുതൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപനമുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് തീവ്ര വ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു. വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായി രോഗവ്യാപനമുള്ളത്. അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിലുള്ള വർധനവ് അങ്ങേയറ്റം ഭീകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇങ്ങനെ വ്യാപനം കൂടാൻ കാരണമായിരിക്കുന്നത് പുതിയ വകഭേദം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ദ്രുതഗതിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആർക്കും തന്നെ എംപോക്സ് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇറക്കിയിരുന്നു. അതായത് എംപോക്സിന്റെ രോഗബാധ പടരുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് അതിനെ സാധൂകരിക്കാനായി ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. രോഗബാധ സംശയിച്ച യുവാവിന്റെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നാണ് നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ മങ്കിപോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി യുവാവിനെ ഐസൊലേഷനിലും പ്രവേശിപ്പിച്ചിരുന്നു. മങ്കിപോക്സ് വ്യാപനം സ്ഥിരീകരിച്ചുള്ള രാജ്യത്ത് നിന്നാണ് യുവാവ് ഇന്ത്യയിലേക്ക് കടന്നെത്തിയത്. പക്ഷേ ആദ്യം നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ ഫലം നെഗറ്റീവായിരുന്നു. 12 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കിപോക്സ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വന്നത് കേവലം 3 ആഴ്ചകൾക്ക് മുൻപാണ്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഭീതി ഇന്ത്യയിലും ഉണ്ടായിരിക്കുന്നത്. 2 വർഷത്തിനിടയിൽ ഇതിപ്പോൾ 2ാം തവണയാണ് മങ്കിപോക്സിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. 1958 ആദ്യമായി മങ്കിപോക്സ് റിപ്പോർട്ട് ചെയ്തത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് വഴി പകരുന്ന ഒരു രോഗമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കാണ് മങ്കിപോക്സ് പകരാൻ സാധ്യതയുള്ളത്. 2022 തന്നെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലെയ്ഡ് 2B വകഭേദമാണ്. അന്ന് 116 രാജ്യങ്ങളിൽ നിന്നായി 1 ലക്ഷത്തോളം പേരെയാണ് ഈ രോഗം ബാധിച്ചത്. ഏകദേശം 200ഓളം പേർ അന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ 27 പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. മുൻപത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്രവ്യാപന ശേഷിയാണ് ക്ലെയ്ഡ് 1Bക്ക് ഉള്ളതെന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കൊറോണയ്ക്ക് പുറകെ ചൈനയിലാകട്ടെ മറ്റൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വെറ്റ്ലാൻഡ് വൈറസ് എന്ന രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത്. ഈ വൈറസ് മറ്റു വൈറസുകളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകാരി കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇത് ആദ്യം ബാധിക്കുന്നത് തലച്ചോറിന് തന്നെ ആയിരിക്കും, അതും നേരിട്ട്. രോഗിയെ കോമ സ്റ്റേജിലേക്ക് പോലും എത്തിക്കാൻ ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2019 ജൂൺ മാസത്തിൽ ചൈനയിലെ ഷിൻജൗ നഗരത്തിൽ നിന്നുള്ള 61 വയസ്സുള്ള ഒരു രോഗിയിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു വൈറസ് പടരുന്നതായി കണ്ടെത്തിയത്.